ഗോവിന്ദചാമിയെ കണ്ണൂർ ജയിലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കോഴി ഫാമിൽ മൃഗങ്ങളെ തടയാനായി സ്ഥാപിച്ച വൈദ്യുതി വയറിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ജയിൽ ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സുരക്ഷാ കണക്കിലെടുത്ത് ഗോവിന്ദചാമിയെ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയേക്കും. ജയിലഴി മുറിക്കാനുള്ള എക്സോ ബ്ലേഡ് കിട്ടിയത് ജയിലിലെ വർക്ക്ഷോപ്പിൽ നിന്നാണെന്ന് ഗോവിന്ദചാമി പറഞ്ഞതായാണ് വിവരം. ആഴ്ചകളോളം എടുത്താണ് അഴി അറുത്തത്. അറുത്ത ഭാഗം കാണാതിരിക്കാൻ തുണി കൊണ്ട് കെട്ടിവെച്ചിരുന്നു. ജയിൽ മോചിതരായവർ ഉപയോഗിച്ചിരുന്ന തുണികളാണ് ഗോവിന്ദചാമി രക്ഷപ്പെടാനായി ഉപയോഗിച്ചത്. കറുത്ത പാന്റ് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ ലഭിച്ചതാകാമെന്നാണ് പോലീസ് പറയുന്നത്. വയനാട് വാഴവറ്റ കരിങ്കണ്ണിക്കുന്നിൽ കോഴി ഫാമിൽ മൃഗങ്ങളെ തടയാനായി സ്ഥാപിച്ച വൈദ്യുതി വയറിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണാന്ത്യം. പൂവന്നിക്കും തടത്തിൽ അനൂപ്, ഷിനു എന്നിവരാണ് മരിച്ചത്. സ്ഥലത്ത് KCB ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. നായ ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു. ഇതിനെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച വൈദ്യുതി ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. ഇരുവരെയും ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ലഹരി എത്തിക്കുന്ന മൊത്ത വിൽപ്പനക്കാരെ കുന്ദമംഗലം പോലീസ് ബംഗളൂരിൽ നിന്ന് പിടികൂടി. കൊടുവള്ളി തെക്കേപ്പോയിൽ അബ്ദുൽ കബീർ, പരപ്പൻപോയിൽ നങ്ങിച്ചത്തൊടിയിൽ നിഷാദ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ഏപ്രിൽ 24-ന് പടനിലം സ്വദേശി കിഴക്കൽ ഹൗസിൽ റിൻഷാദിനെ ആരംഭം പുള്ളിക്കോത്ത് ഭാഗത്ത് നിന്ന് ലഹരി മരുന്നുമായി പോലീസ് പിടികൂടിയിരുന്നു. 15-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ ശേഷം ജീവനോടെ കുഴിച്ചുമൂടാൻ ശ്രമിച്ച സഹോദരങ്ങൾ അറസ്റ്റിൽ. ഒഡീഷയിലെ ജഗത്സിംഗ്പൂർ ജില്ലയിലാണ് സംസ്ഥാനത്തെ നടുക്കിയ സംഭവം. കൗമാരക്കാരിയെ പലതവണ പീഡിപ്പിച്ച ശേഷം ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെയാണ് പ്രതികൾ ജീവനോടെ കുഴിച്ചുമൂടാൻ ശ്രമിച്ചത്. പശ്ചിമ ബംഗാളിന്റെ തീരത്തിന് മുകളിൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലുമായി തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇത് അടുത്ത 24 മണിക്കൂറിൽ ഗംഗാതട്ട് പശ്ചിമ ബംഗാളിനും വടക്കൻ ഒഡീഷ, ജാർഖണ്ഡ് മേഖലയിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട്. മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരത്തോട് ചേർന്ന് ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട്. നടനും മക്കൾ നീതിമയ്യം നേതാവുമായ കമൽ ഹാസൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴിലായിരുന്നു അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ. പാർലമെന്റിലേക്കുള്ള യാത്ര തനിക്ക് ഏറെ അഭിമാനകരമാണെന്നും നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നും കമൽ ഹാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാൻ ഒരുങ്ങി ഫ്രാൻസ്. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ ഫ്രാൻസ് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അറിയിച്ചു. ഇതോടെ പ്രധാനപ്പെട്ട ലോകശക്തികൾ ഉൾപ്പെടുന്ന G7 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ നിന്ന് പലസ്തീനെ അംഗീകരിക്കുന്ന ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറും. രാജസ്ഥാനിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണ് 6 വിദ്യാർത്ഥികൾ മരിച്ചു. 17 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. നിരവധി കുട്ടികൾ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രാജസ്ഥാനിലെ ജലവാർ ജില്ലയിൽ സർക്കാർ സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. മനോഹർ താന ബ്ലോക്കിലെ പിപ്ലോഡി സർക്കാർ സ്കൂളിൽ ഇന്ന് രാവിലെ 8:30ഓടെയായിരുന്നു അപകടമുണ്ടായത്. കൊടും കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടിയ സംഭവത്തിൽ 4 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇന്ന് പുലർച്ചെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടുന്നത്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം അറിഞ്ഞത് 6:30-ക്ക് ശേഷമാണെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ P. നിധിൻ രാജ് പറഞ്ഞു. ബിസിനസിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കുഴിമറ്റം സ്വദേശിയുടെ 17 ലക്ഷം രൂപ തട്ടിയ കേസിലെ 3 പ്രതികൾ അറസ്റ്റിൽ. കുഴിമറ്റം സ്വദേശിയായ ശ്രീകുമാർ എന്നയാളെ നഴ്സറി ബിസിനസിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് 17 ലക്ഷം രൂപ വാങ്ങിയെടുത്ത് കബളിപ്പിച്ച കേസിലെ പ്രതികളായ പാലക്കാട് മടത്തൽ വീട്ടിൽ ബിജു പോൾ, എറണാകുളം ചെട്ടിപ്പറമ്പിൽ വീട്ടിൽ വിനു CV, വയനാട് പുൽപ്പള്ളി മടത്തൽ വീട്ടിൽ ലിജോ ജോൺ എന്നിവരെയാണ് ചിങ്ങവനം പോലീസ് കോഴിക്കോട് നിന്നും അറസ്റ്റ് ചെയ്തത്. ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ സന്ദർശിക്കുക.